ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. ഇന്ന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ ചെയിനാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഡോളർ ട്രീ. ഇവിടുത്തെ ഫാമിലീസിനും ബാച്ചിലേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന സ്റ്റോറാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രോസറി സ്റ്റോറോ വെജിറ്റബിൾ സ്റ്റോറോ ഒന്നുമല്ല. എന്നിട്ടും അമേരിക്കയിൽ 48 സ്റ്റേറ്റ്സിലുമായിട്ട് ഏതാണ്ട് 17,000-ഓളം, അതായത് 17,000 ബ്രാഞ്ചസ് ഈ ഡോളർ ട്രീക്ക് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അമേരിക്കയിൽ ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി വന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ ഒക്കേഷനും പറ്റിയ കാർഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കാർഡ് ഇവിടെ നിന്നായിരുന്നല്ലേ? അതെ. പിന്നെ നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, പാർട്ടി ഒക്കേഷന് പറ്റിയ, പിന്നെ കുറച്ചുകൂടി മുന്തിയ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റും ഗ്ലാസും യൂട്ടൻസിൽസൊക്കെ. ക്വാളിറ്റി കൂടിയത് എണ്ണത്തിൽ കുറവും, ക്വാളിറ്റി കുറഞ്ഞത് എണ്ണത്തിൽ കൂടുതലുമായിരിക്കും. അടുത്തതായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷന് പറ്റിയ എല്ലാ സാധനങ്ങളും, ഡെക്കറേഷൻസ്, ക്യാപ്പുകൾ, ബലൂൺസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ തൂക്കിയിടുന്ന നൂലാമാല പോലത്തെ സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടും. ഇനി ബുക്ക് സെക്ഷനാണ്. ഇവിടെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് ഗെയിംസൊക്കെ ഉള്ള ടൈപ്പ് ബുക്സൊക്കെ ഇവിടെ കിട്ടും. പിന്നെ അവരുടെ ടോയ്സ്, അത്യാവശ്യം എല്ലാ ടൈപ്പും അവരുടെ ടോയ്സും ഉണ്ട്. ഈ പിങ്ക് കളറിൽ സെപ്പറേറ്റ്ലി കാണുന്നത് ഗേൾസിന് മാത്രമായിട്ടുള്ള ടോയ്സ് ആണ്. ഇവിടെ അങ്ങനെയാണ്, ഗേൾസിന് പിങ്ക് കളറും ബോയ്സിന് ബ്ലൂ കളറും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പോയ വകയിൽ ഞാൻ ഇത് രണ്ടെണ്ണം എടുത്തു. ഫ്ലോർ ക്ലീനിങ്, ടോയ്ലറ്റ് ക്ലീനിങ്, ഡിഷ് വാഷിങ്, ക്ലോത്ത് വാഷിങ്, അങ്ങനെയുള്ള എല്ലാത്തിനും പറ്റിയ ലിക്വിഡ്സിൻ്റെ ഒരു വലിയ കളക്ഷനാണിത്. ഇനി ഇതിൻ്റെ വില പറയാം. ഇത്രയേറെ നിങ്ങൾ കണ്ട എല്ലാത്തിൻ്റെ വില $1.25. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത്. അതാണ് ഈ സ്റ്റോറിൻ്റെ പ്രത്യേകത. ഏതെടുത്താലും $1.25. ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള സ്റ്റേഷനറി ഐറ്റംസാണിത്. ഫയൽസ്, പിന്നെ ക്ലിപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ പണ്ട് ഡോളർ ട്രീ $1 പിന്നെ കോവിഡിന് ശേഷം അവർ $1.25 ആക്കി. പക്ഷേ പേരിപ്പോഴും ഡോളർ ട്രീ തന്നെയാണ്. പെന്നുകളുടെ ഒരു വലിയ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അത് ആ ബോക്സിനാണ് $1.25 കേട്ടോ. പിന്നെ നോട്ട് ബുക്സ്, പെൻസിൽസ്, ഇറേസേഴ്സ്, സിസേഴ്സ്, ചാർട്ട് പേപ്പർ, കളർ പെൻസിൽസ്, ക്രയോൺസ്, ചാർട്ട് പേപ്പർ, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഒരു സ്കൂൾ ഗോയിങ് കിഡിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും. അതാ സെലോ ടേപ്പ്, മാർക്കർ. പിന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സെക്ഷൻ ഉണ്ട് ഇവിടെ. ഇതെന്താണെന്നൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും അറിയില്ല, പക്ഷേ ക്രാഫ്റ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടാൽ മനസ്സിലുണ്ടാവും. കളേഴ്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓരോ സാധനങ്ങൾ. അക്രിലിക് പെയിൻറ്റ്സ്, ത്രെഡ്സ്, അങ്ങനെ ക്രാഫ്റ്റ് വർക്കിനുള്ള ഏകദേശം എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ അവിടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഫോട്ടോ ഫ്രെയിംസും ഇവിടെ അവൈലബിൾ ആണ്, പല സൈസിലുള്ളത്.
പിന്നെ കുറേ വെറൈറ്റി റൂം ഫ്രഷ്നേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നല്ല ബ്രാൻഡിൻ്റെ കുറേ വെറൈറ്റി കിട്ടണമെങ്കിൽ വേറെ കട നോക്കേണ്ടി വരും. പിന്നെ ഇവിടെ കുറേ ടൈപ്പ് പണിയായുധങ്ങളൊക്കെ കിട്ടും. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത, ഈ അമേരിക്കൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പണിക്കാരെ വിളിച്ച് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ പണിക്കാരെ വിളിച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ പൊതുവെ അവർ തന്നെയാണ് സ്വന്തമായിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ ഈ കടയിൽ അത്യാവശ്യം ഗ്ലൗസ് അങ്ങനത്തെ പല പല കാര്യങ്ങളും കിട്ടും. കാറ് ക്ലീൻ ചെയ്യാനുള്ള ഐറ്റംസ്, പിന്നെ മൊബൈൽ ഫോണിൻ്റെ കവർ, ഐഫോണിൻ്റെ ഒക്കെ കവറ്, അതിൻ്റെയൊക്കെ കേബിള്, എക്സ്റ്റൻഷൻ കോഡ്സ്, പിന്നെ നല്ല ലൈറ്റ്സ്, ബൾബ്സ്, പിന്നെ കിഡ്സിന് പറ്റിയ ലൈറ്റ്സ്, അങ്ങനത്തെ ഒക്കെ ഇവിടെ കിട്ടും. ബാത്റൂമിലേക്ക് ആവശ്യമുള്ള ഹാങ്കീസ്, ഷവർ കർട്ടൻ്റെ ലൈനേഴ്സ്, പിന്നെ സോപ്പ് ഡിസ്പെൻസറുകൾ, അതുകൂടാതെ ലൂഫ, ബാത്ത് സ്ക്രബ്ബേഴ്സ്, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും $1.25. അതേപോലെ തന്നെ ബാത്ത് ലോഷൻസ്, ഷാംപൂസ്, എല്ലാ തരത്തിലുള്ള ലിക്വിഡ്സും അവൈലബിൾ ആണ്. പിന്നെ ബേബീസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളും സർപ്രൈസ്ഡ് ആണ്, ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. വൈപ്സ്, ബേബീൻ്റെ ഗ്രൂമിങ് സെറ്റ്, സോക്സ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു. ക്ലിപ്സ്, ഹെയർ ബാൻഡ്സ്, അങ്ങനെ ഹെയർ ആക്സസറീസ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ പോകുമ്പോൾ $10 മിനിമം പോകാറുണ്ട്. പിന്നെ നമ്മുടെ PS, യാഡ്ലി, അതിനൊക്കെ സോപ്പുകൾ, പിന്നെ മെൻസിന് പറ്റിയ ഷാമ്പൂ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, പിന്നെ ബാറ്ററി എല്ലാ സൈസും, AAA, AA, വലിയ സൈസ് ബാറ്ററി. ഈ ടോയ്സിനൊക്കെ ഉള്ള ബാറ്ററി ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ടൂത്ത് ബ്രഷിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഏരിയ. നെയിൽ പോളിഷുകൾ, നെയിൽ എക്സ്റ്റൻഷനുകൾ, ഇതിൽ പല സാധനങ്ങളുടെയും പേരുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. പല മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിലും നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള തന്നെയായിരിക്കും. ഐ ഷാഡോ, ഐ ലൈനേഴ്സ്, മസ്കാര, കാജൽ, എല്ലാത്തിൻ്റെയും പേരൊന്നും എടുത്തു പറയാൻ എനിക്കറിയില്ല. എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നാട്ടിൽ കണ്ടൊരു പരിചയക്കാരനെ കണ്ടപ്പോൾ എടുത്തു നോക്കിയതാണ് ഡവിൻ്റെ മോയ്സ്ചറൈസർ. അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ കുറേ ടിഷ്യൂസ്, ബഡ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. വീണ്ടും ഏതെടുത്താലും $1.25. അതാണ് ഇതൊക്കെ പ്രത്യേകത. പിന്നെ മെൻസിൻ്റെ ഷേവിങ് കംപ്ലീറ്റ് സെറ്റ് എല്ലാം ഉണ്ട്, ആഫ്റ്റർ ഷേവ് എല്ലാം. ക്ലീനിങ് ആക്സസറീസിൻ്റെ വലിയൊരു കളക്ഷനിലേക്കാണ് ഇനി അടുത്ത പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എല്ലാ ടൈപ്പ് ക്ലീനിങ് ആക്സസറീസും ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ അപ്പാർട്ട്മെൻറ്റ് മാറലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. വർഷാവർഷം മിക്കവരും മാറുന്ന കാണാൻ പറ്റും, ഈ റെൻറ്റ് കൂടുമ്പോഴും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ തപ്പി നടന്ന് ഒരുപാട് സമയങ്ങൾ വരാറില്ല. ഈ ഡോളർ ട്രീ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡസ്റ്ററുകളും വൈപ്പേഴ്സും ബ്രൂം സ്റ്റിക്ക്, ഡസ്റ്റ് പാൻ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫോറിൻ കൺട്രീസിൽ പൊതുവെ പട്ടികൾക്കുള്ള സെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോൾസിലൊക്കെ. ഇവിടെയും അതേപോലെ ഉണ്ട്. പിന്നെ എല്ലാതരം ക്ലോത്ത് ഓർഗനൈസേഴ്സും ഇവിടെ ഉണ്ട്. ഇവിടെ ഷെൽഫിൻ്റെ
അകത്ത് വെക്കുന്ന ടൈപ്പ് ഓർഗനൈസേഴ്സൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ വൂളൻ ടൈപ്പ് ക്ലോത്ത്സ് ഒക്കെ അധികം യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ലിൻഡ് റോളറുകളൊക്കെ നല്ല ഉപകാരത്തിന് എത്തുന്ന സാധനങ്ങളാണ്. എനർജി ഡ്രിങ്ക്സ്, ജ്യൂസസ്, അതിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഇവിടെ കാണാറുണ്ട്. വീണ്ടും പറയുകയാണ് സുഹൃത്തുക്കളെ, ഏതെടുത്താലും $1.25. കുറേ ടൈപ്പ് സ്നാക്ക്, ബിസ്ക്കറ്റ്സ്, ഒറിയോൻ്റെ സംഭവങ്ങൾ, അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. ബ്രെഡ്, ബണ്ണ്, കുക്കിംഗ് ഓയില്, അങ്ങനെയുള്ള സാധനങ്ങൾ. ചോക്ലേറ്റ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കഫീൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമല്ല. പിന്നെ പ്രിങ്കിൾസ്, പോപ്കോൺ, അങ്ങനത്തെ ഒക്കെ. ചിപ്സിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ. വീണ്ടും എൻ്റെ ഫേവറേറ്റ് ഏരിയ വന്നിരിക്കുകയാണ്. എന്നെ ഈ ഭാഗത്തോട്ട് വരാൻ എനിക്ക് പൊതുവേ സമ്മതിക്കാറില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കാതെ ഞാൻ പോവാറില്ല. ഇനി അഥവാ മറന്നാലും ഞാൻ അവരെ എടുക്കാൻ ഓർമ്മിപ്പിക്കാറുമുണ്ട്. ഇതിനെല്ലാം $1.25. സ്പൂണുകൾ ഒരുപാട് നല്ല കളക്ഷൻ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കുക്കിങ്ങിന് അത്ര അനുയോജ്യമായിട്ടുള്ള സ്പൂണാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഉള്ളി വാട്ടാൻ നിന്നിട്ട് പണി കിട്ടിയ ഒരുപാട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്പൂൺ ഡാമേജായ അനുഭവങ്ങൾ. ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പാൻസ്, ബ്രെഡ് ലോഫ് പാൻസ്, മഫിൻ പാൻസ് എല്ലാം കാണാൻ പറ്റും. അതേപോലെ ബേക്കിംഗ് ട്രേ എടുക്കാൻ പറ്റുന്ന ഗ്ലൗസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കിച്ചൺ ടവൽസ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ടേബിൾ ക്ലോത്തുകൾ, അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന അലൂമിനിയം ഫോയില്, റാപ്പുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ക്ലിങ് റാപ്പ്, പിന്നെ നമ്മുടെ വാക്സ് പേപ്പർ, അങ്ങനത്തെ ഒക്കെ കുറേ ടൈപ്പ് കണ്ടെയ്നേഴ്സ്, കിച്ചൺ ആവശ്യമുള്ളതെല്ലാം. പിന്നെ ഇത് ഭയങ്കര ഉപകാരമാണ് ഇവിടെ. കാരണം ഇവിടെ ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊതുവേ ഫ്രണ്ട്സ് ഗ്യാതറിങ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കണ്ടെയ്നേഴ്സൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ. ഓരോരുത്തരും അവരവരുടെ നാട്ടിലെ സ്പെഷ്യൽ ഡിഷുകൾ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാണ് കൊണ്ടുപോകാറ്. പിന്നെ ഇതാ ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനത്തെ കല്യാണ ആവശ്യം പോലത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഈ കാണുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം മൈക്രോവേവ് സേഫും ഡിഷ് വാഷർ സേഫും റീയൂസബിളുമാണ് കേട്ടോ. സ്റ്റോറേജിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൈപ്പ് ബാസ്ക്കറ്റുകൾ, ചെറുതും വലുതും ആയിട്ടുള്ള കുറേ ടൈപ്പ് ബാസ്ക്കറ്റുകളാണ് കാണുന്നത്. പിന്നെ ഫ്ലോർ മാറ്റ്, ഡോർ മാറ്റ്, ചെറിയ റഗ്ഗുകൾ, കിച്ചൺ ഓർഗനൈസേഴ്സ്, അങ്ങനെ പൊതുവെയുള്ള ഓർഗനൈസേഴ്സൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്.
അത്യാവശ്യം വേണ്ട സ്പൈസസും കറി പൗഡേഴ്സും ഇവിടെ കിട്ടും. പിന്നെ പിക്കിൾസും പല ടൈപ്പ് സോസസും ഇവിടെ അവൈലബിൾ ആണ്. ഇൻസ്റ്റൻറ്റ് ഫുഡ് ഐറ്റംസ്, ക്യാൻഡ് ഫുഡ്, സ്റ്റോറേജ് ഷെൽഫിലൊക്കെ വിരിക്കാൻ പറ്റുന്ന ടൈപ്പ് കിച്ചൺ ലൈനേഴ്സ്. കുറേ ടൈപ്പ് ഗ്ലാസ്സസ്, കുറേ മഗ്സ്, അതൊക്കെ ഇവിടെ ഉണ്ട്. വീണ്ടും ഏതെടുത്താലും $1.25. അതുകൊണ്ട് അഥവാ തട്ടി വീണ് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കോക്ക്, പെപ്സി, ഡ്യൂ, അങ്ങനത്തെ എല്ലാം. പിന്നെ ചെറിയ സൈസ് ഐസ്ക്രീം, പിസ്സ, സ്ലൈസസ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഷെൽഫിൽ തന്നെ 2-3 കാറ്റഗറി ഉണ്ടാവും. ഒന്നും എഴുതി ഒട്ടിച്ചിട്ടില്ലെങ്കിൽ $1.25 തന്നെയാണ്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവർ പറയും. ഇപ്പോൾ ഈ ഷെൽഫിലുള്ളത് $3 കുറച്ചുകൂടി വലിയ സൈസ് പിസ്സ ഒക്കെയാണ്. പിന്നെ ഗാർബേജ് ഡിസ്പോസൽ ബാഗ്സ്, അതും ഇവിടെ അവൈലബിൾ ആണ്. ഫുഡും വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ സിപ്പ് ലോക്കുകളും. ഇത് ഡോളർ ട്രീയിൽ $5 സെക്ഷനാണ്. അത് കുറച്ചുകൂടി ക്വാളിറ്റി കുറച്ചുകൂടി കൂടിയിട്ടുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് $5 സെക്ഷൻ. ഒരു കാര്യം കൂടി, അമേരിക്കയിൽ ഡോളറിന് പേരുള്ള വേറെ ടൈപ്പ് സ്റ്റോഴ്സും കാണാൻ പറ്റും. ഡോളർ ജനറൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ $1.25 കിട്ടുന്നത് ഡോളർ ട്രീ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡോളർ ട്രീ. അപ്പോൾ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.